Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ആവേശമായി AI റോബോട്ടുകൾ. പഠനം ഇനി AI റോബോട്ടിലൂടെ. സംസ്ഥാനത്തെ സർക്കാർ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ സർക്കാർ UP സ്കൂളിലെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടും നോർത്ത് അമേരിക്കൻ മലയാളി അസോസിയേഷൻ നന്മയുടെ സഹായത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. തിരൂർ ആസ്ഥാനമായ കോക്കോസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിനുള്ള സാങ്കേതിക സഹായം നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് AI, റോബോട്ടിക്സ് എന്നിവയിൽ പ്രായോഗിക പരിശീലനവും ആഴത്തിലുള്ള അറിവും നേടാൻ സാധിക്കുന്ന നിലയിലാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ പദ്ധതി ആരംഭിക്കുന്നത്. നഗര ഗ്രാമീണ മേഖലകളിലെ സാങ്കേതിക വിദ്യാ വിടവ് കുറച്ച് എല്ലാ കുട്ടികൾക്കും ഈ നൂതന സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എങ്ങനെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്? ഭാവിയിൽ നിങ്ങളും ഉണ്ടാകണം. എന്തുണ്ടാകണം? റോബോ. അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ ഞാൻ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് കേരളത്തിലെ ഒരു ഗവൺമെന്റ് UP സ്കൂളിലെ ഒരു രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് അത് കല്യാശ്ശേരി മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന വലിയ സന്തോഷത്തിലാണ് വിദ്യാപരമായത്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂൾ ഇത് കല്യാശ്ശേരി മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, MLA നേതൃത്വം കൊടുക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ്. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷനായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് മുഖ്യാതിഥിയായി. തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ AK നവീന മുഖ്യ പ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ MV വിനോദ് കുമാർ, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ജയലക്ഷ്മി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PV ജയശ്രീ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയൻ അടുക്കാടൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സതീശൻ, മാടായി BBC K. രഞ്ജിത്ത്, കൊക്കോസ് CEO ഷെഫീഖ് റഹ്മാൻ, സൂരജ് രാജൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ PV പ്രകാശൻ, SMC ചെയർമാൻ M. സത്യൻ, മദർ PTA പ്രസിഡന്റ് ശ്രീധന്യ, സ്റ്റാഫ് സെക്രട്ടറി KM ഷർമിള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിലെ AI റോബോട്ടിക് ഉദ്ഘാടന ചടങ്ങിൽ താരമായി AI റോബോട്ട് ഡോഗ്. പുതിയ ലാബ് യാഥാർത്ഥ്യമായതോടെ ആവേശത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പുതിയൊരു ചരിത്രം കൂടി കുറിച്ചുകൊണ്ട് സംസ്ഥാനത്തെ രണ്ടാമത്തെ AI റോബോട്ടിക് ലാബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ സജ്ജമായി. ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്ക് കുട്ടികളെ നയിക്കുന്ന ലാബിന്റെ ഉദ്ഘാടന ചടങ്ങിലുടനീളം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് ഒരു AI റോബോട്ട് ഡോഗ് ആയിരുന്നു. ലാബിന്റെ റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത MLAക്ക് ഹസ്തദാനം നൽകിയാണ് ഈ റോബോട്ട് ഡോഗ് അതിഥികളെ ലാബിലേക്ക് സ്വീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിനെത്തിയവരെ സ്റ്റേജിലേക്ക് സ്വീകരിക്കുന്നതിലും ഈ റോബോട്ട് മുന്നിലുണ്ടായിരുന്നു. ചടങ്ങിനെത്തിയ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രധാന ആകർഷണം ഈ AI ഡോഗ് ആയിരുന്നു. കുട്ടികളോടൊപ്പം നടന്നും സ്നേഹം പ്രകടിപ്പിച്ചും അവരെ തൊട്ടും അത്ഭുതപ്പെടുത്തിയ ഈ റോബോട്ട് പ്രശസ്തമായ മുക്കാല മുക്കാബല എന്ന പാട്ടിനൊപ്പം തുള്ളിച്ചാടി നൃത്തം ചെയ്യുക കൂടി ചെയ്തതോടെ കുട്ടികളുടെ അരുമയായി മാറി. സർക്കാർ UP സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന രണ്ടാമത്തെ AI ലാബ് എന്ന ബഹുമതിയോടെയാണ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ
ഈ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രശസ്ത നാടക നടൻ രാധൻ കണ്ണപുരത്തിന് നാട് വിട നൽകി. അന്തിമോപചാരം അർപ്പിക്കാൻ നാടക സിനിമാ രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് കണ്ണപുരം ചുണ്ടയിലെ ഭുവി നാടക വീട്ടിൽ എത്തിച്ചേർന്നത്. അഭിനയ മികവ് കൊണ്ട് പ്രൊഫഷണൽ നാടകവേദികൾ കീഴടക്കിയ രാധൻ കണ്ണപുരത്തിന് കണ്ണീരോടെ നാട് വിട നൽകി. രാധൻ കണ്ണപുരം അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങൾ ഇനി ജനമനസ്സുകളിൽ ജീവിക്കും. അസുഖബാധിതനായ രാധൻ കണ്ണപുരം കുറച്ചുനാളായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അന്ത്യം. കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് രാധന്റെ ഭുവി എന്ന വീട്. AK വിജയനായിരുന്നു ആദ്യ ഗുരു. യുവവേദി ചുണ്ട എന്ന സംഘടന രൂപവൽക്കരിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ഇദ്ദേഹം. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലായി 100-ൽ പരം കലാസമിതികളിൽ അഭിനയിച്ചു. സംവിധാനം, സംഘാടനം എന്നിവയും നിർവഹിച്ചു. 45 വർഷത്തിനുള്ളിൽ രാധൻ 200ഓളം അമേച്വർ നാടകങ്ങൾ സംവിധാനം ചെയ്തു. 75ഓളം റേഡിയോ നാടകങ്ങൾക്ക് ശബ്ദം നൽകി. ഏകദേശം 4500-ൽ പരം വേദികൾ. നാടിനും നാട്ടാർക്കും കലാകാരന്മാർക്കും ഓർത്തിരിക്കാൻ ഒത്തിരി ഓർമ്മകൾ നൽകിയ കലാകാരന് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ കണ്ണപുരത്തെ ഭുവി നാടക വീട്ടിലെത്തി. നമുക്കൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ആളാണ്. നമ്മളൊക്കെ നാടകരംഗത്തേക്ക് വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുകയും നാടകം പഠിപ്പിക്കുകയും നാടകത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുള്ള മഹാനായ ഒരു മനുഷ്യനാണ്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം വെങ്ങരയുടെ ആദം ഹാജി എന്ന നാടകം രാധാട്ടിനും മിനിയേച്ചിക്കും മാത്രമായിട്ട് ഇബ്രാനിക്കയുടെ സമ്മതത്തോടെ അതുപോലെ അനുവാദത്തോടെ അവരെ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. നല്ല പ്രതിഭയുള്ള കലാകാരനായിരുന്നു, നല്ലൊരു നാടകക്കാരനായിരുന്നു, അഭിനേതാവായും സംവിധായകനായും അദ്ദേഹം നിറഞ്ഞു നിന്നു. അദ്ദേഹം ചെയ്ത നാടകങ്ങൾ അതിൻ്റെ കലാപരമായ മേന്മ കൊണ്ടും സാമൂഹ്യമായ ഉള്ളടക്കം കൊണ്ടും കലാപരമായ ഭംഗി കൊണ്ടും ഓരോന്നും വളരെ മികവുറ്റതായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കലാരംഗത്ത് വലിയൊരു നഷ്ടമാണ് രാധൻ്റെ അകാലത്തിലുള്ള ഈ പൊട്ടൻ, അതുമാതിരി തന്നെ കോടീശ്വരൻ, പിന്നെ പെരുന്തച്ഛൻ, ഇങ്ങനെയുള്ള അതിഗംഭീരമായ കഥാപാത്രങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് നാടകം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഒരു നടൻ്റെ ചുമരിൽ ആയിരുന്നു ആ നാടകങ്ങൾ മുഴുവൻ. അത്രയും ഗംഭീരമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തുമൊക്കെ ചെയ്തിട്ട് വളരെയേറെ നാടകപ്രവർത്തകരുടെ ശ്രദ്ധയും സ്നേഹവും പിടിച്ചു പറ്റിയ ഒരാളെയാണ് ശരിക്കും നഷ്ടപ്പെട്ടത്. രാധാട്ടെ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പരിപാടി സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ടീമിലുള്ള നമ്മുടെ കലാകാരന്മാർ ആ സദസ്സിൽ വെച്ചിട്ട് ഒരു പൊന്നാട കൊടുത്ത് ആദരിക്കണം എന്നുള്ള മനസ്സോടെയാണ് മിനിയേച്ചിയും രാധാട്ടനും ഓരോ വേദിയിലേക്ക് നമ്മളെ കാണാൻ വരും. ഓരോ വേദിയിൽ നിന്നും ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഓരോ കലാകാരന്മാരെ ആദരിക്കുന്നൊരു ശൈലി കാണാൻ എനിക്ക് സാധിച്ചു. അതുതന്നെയാണ് മറ്റുള്ള നാടക പ്രവർത്തകരിൽ നിന്നും കലാകാരന്മാരെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പോഴും നാടകക്കാരെന്ന് പറയുമ്പോൾ, നാടകത്തെ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ മാറ്റി നിർത്തപ്പെടുകയാണ്. നാടകത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു സമൂഹത്തെ വലിയൊരു മാറ്റത്തിന് വിധേയമാക്കിയതെന്ന് ചരിത്രത്തിലും പ്രസംഗത്തിലും മാത്രം പറയുകയും പക്ഷെ നാടകക്കാരുടെ ജീവിതത്തിന് വലിയ വില കൽപ്പിക്കാത്തൊരു കാലത്തിലൂടെയാണ് ഈ 2026 കടന്നു പോകുന്നത്. എന്തായാലും രാധൻ കണ്ണപുരം എന്ന് പറയുന്ന നാടക പ്രതിഭയ്ക്ക് ഒരുപടി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, ആദരാഞ്ജലികളാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാർ രാഷ്ട്രീയത്തിന്, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ജനാവലിയെ നമുക്ക് കാണിച്ചു തരുന്നത് രാധൻ കണ്ണപുരം എന്ന നാടൻ നമ്മുടെ എല്ലാം മനസ്സിൽ എക്കാലവും ജീവിക്കും. രാധൻ കണ്ണപുരത്തിന് മരണമില്ല, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾക്കും മരണമില്ല. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ കണ്ണപുരം ചുണ്ടയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. താലൂക്കിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് താലൂക്ക് വികസന സമിതി യോഗം ചേരുന്നത്. താലൂക്കിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വി കുഞ്ഞികൃഷ്ണൻ MLAയുടെ അധ്യക്ഷതയിൽ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. തഹസിൽദാരാണ് യോഗം വിളിച്ചു ചേർത്തത്. കാങ്കോൽ, ആലപ്പടമ്പ, പെരിങ്ങോം വയക്കര, കടന്നപ്പള്ളി, പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിലെത്തി. കരിവള്ളൂർ, പെരളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റും മാടായി പഞ്ചായത്ത് പ്രസിഡന്റും യോഗത്തിൽ പങ്കെടുത്തു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് താലൂക്ക് വികസന സമിതി യോഗം നടക്കുന്നത്. MLAയുടെയും ആദ്യ വികസന സമിതി യോഗമാണിത്. എന്നാൽ ജോയിന്റ് RTO പ്രതിനിധി ഒഴിച്ച് എല്ലാ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പയ്യന്നൂർ നഗരസഭ അധ്യക്ഷൻ, രാമന്തളി, കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമാരും താലൂക്ക് പരിധിയിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ FCI ഗോഡൌണിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വി കുഞ്ഞികൃഷ്ണൻ MLA എത്തി. ഉദ്യോഗസ്ഥരിൽ നിന്നും ഗോഡൌൺ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ MLA പിന്നീട് തൊഴിലാളികളുമായും ചർച്ച നടത്തി. പയ്യന്നൂർ FCI ഗോഡൌണിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വി കുഞ്ഞികൃഷ്ണൻ MLA എത്തി. ഓഫീസിലെത്തിയ MLAയെ FCI ഡിപ്പോ മാനേജർ നീരജ് ഗുപ്ത, ക്വാളിറ്റി കൺട്രോൾ മാനേജർ S ശിവകുമാർ, ഗോഡൌൺ ഇൻചാർജ് DV വിനീഷ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഉദ്യോഗസ്ഥരിൽ നിന്നും ഗോഡൌൺ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ MLA പിന്നീട് തൊഴിലാളികളുമായും ചർച്ച നടത്തി. അട്ടിക്കൂലി പ്രശ്നം സംബന്ധിച്ചും 42 വാഗൺ പ്ലേസ്മെന്റ് 21 ആക്കുന്നതിനെക്കുറിച്ചുമാണ് തൊഴിലാളി നേതാക്കൾ പ്രധാനമായും MLAക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. വാഗൺ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരായതിനാൽ ആ നിലയിലുള്ള സമ്മർദ്ദമുണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരം കാണാൻ കഴിയൂ എന്ന് MLA തൊഴിലാളികളെ അറിയിച്ചു. എന്നാൽ കേരള സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന അട്ടിക്കൂലി വിഷയത്തിൽ ആ നിലയ്ക്കുള്ള ഇടപെടൽ താൻ നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നേരത്തെ അട്ടിക്കൂലി 750 രൂപയായിരുന്നു. എന്നാൽ പിന്നീടത് കുറച്ച് 400 രൂപയാക്കി. ഇപ്പോൾ അതും നൽകുന്നില്ലെന്നാണ് തൊഴിലാളി നേതാക്കൾ MLAയോട് പരാതിപ്പെട്ടത്. നേരത്തെ 21 വാഗൺ ഇറക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ സമയത്തിനുള്ളിൽ 42 വാഗൺ ഇറക്കണം എന്ന നിലയിലുള്ള തീരുമാനം കേന്ദ്ര ബോർഡിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോൾ അത് സാധാരണഗതിയിൽ നിലവിലുള്ള തൊഴിലാളികൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കൂടുതൽ മറ്റ് തൊഴിലാളികളെ വെച്ചുകൊണ്ട് ആ ജോലി എടുപ്പിക്കേണ്ടുന്ന അവസ്ഥ, അത് ഇവിടെയുള്ള സ്ഥലം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, അവരുടെ വരുമാനം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപം. വിശദമായ നിവേദനം തരാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിവേദനം കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി എങ്ങനെ അതിന് പരിഹാരം കാണാൻ സാധിക്കും എന്ന നിലയിലുള്ള ഒരു ആലോചന നടത്തും. INTUC നേതാക്കളായ K മനോജ്, P സതീശൻ, T രാജീവൻ, A രമേശൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പിലാക്കൽ അശോകൻ, KT ഹരീഷ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പയ്യന്നൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ പെരുമ്പയിൽ വെച്ച് നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള പയ്യന്നൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ പെരുമ്പ സ്റ്റീക്ക് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മെക്കാനിക്കൽ പരമായിട്ട് വളരെ കുറച്ച് വർക്ക് മാത്രമേ ആ വാഹനത്തിൽ ഉണ്ടാവൂ. കൂടുതലും എന്താ ഉണ്ടാവുക? പാച്ച് വർക്ക് ഉണ്ടാവും, AC-യുടെ വർക്ക് ഉണ്ടാവും, ഇലക്ട്രിക്കൽ വർക്ക്, അതുപോലെ 4 വീൽ അഴിക്കാനുള്ളത്, പിന്നെ പെയിന്റിങ്. പയ്യന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് CT സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെനി K മാത്യു, ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ, ജില്ലാ ട്രഷറർ സുനിൽ P എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന് സ്വീകരണം നൽകി. സംഘടനയുടെ സംസ്ഥാന ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും ഈയിടെ അന്തരിച്ച പയ്യന്നൂർ യൂണിറ്റ് മെമ്പർ TK രാഘവന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് MLA വി കുഞ്ഞികൃഷ്ണൻ കൈമാറി. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി K സജിത്ത് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ K രമേശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P രഘു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് C സനിൽകുമാർ നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജനജാഗ്രത പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ വെള്ളൂരിൽ വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് സ്വീകരണം നൽകി. VS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണന് ജനജാഗ്രത പയ്യന്നൂർ വെള്ളൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടിക്ക് വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. വെള്ളൂർ ബാങ്ക് പരിസരത്ത് നിന്ന് MLAയെ സ്വീകരിച്ച് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നാടകപ്പുരയുടെ സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തയ്യാറാക്കിയ വേദിയിലേക്ക് ആനയിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സഖാക്കൾക്ക് വേണ്ടി MLAയെ ഹാരാർപ്പണം നടത്തി. K സുരേശൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ T പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് VS അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ പോയപ്പോൾ ഒരു പരിപാടിക്ക് തിരുവല്ലയിൽ പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്നോട് ആദ്യം ചോദിച്ചത് പയ്യന്നൂരിനെ കുറിച്ചാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? 50,000 വോട്ടിന് ജയിച്ച ഒരാൾ തോറ്റുപോയത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചത്. അവർക്കൊക്കെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാശ്വാസം വളരെ വലുതാണ്. കൗൺസിലർ C വൈശാഖ് ചടങ്ങിൽ പങ്കെടുത്തു. MLA വി കുഞ്ഞികൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI മുൻ ജില്ലാ പ്രസിഡന്റ് CV വിഷ്ണുപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയും NEET, CBSE പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും SFIയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് SFI മുൻ ജില്ലാ പ്രസിഡന്റ് CV വിഷ്ണുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അവർ സ്വപ്നം കാണുന്ന ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിത സമരം നയിക്കുന്ന ആ വിദ്യാർത്ഥി വിഭാഗത്തിനു വേണ്ടിയിട്ട് ഇനിയും ക്ലാസ് മുറികൾ കട്ട് ചെയ്തുകൊണ്ടുള്ള സമരങ്ങൾ ഉണ്ടാകും. അതൊരു വിദ്യാർത്ഥി ബോധമാണ്. ഒരുപക്ഷെ ഈ രാജ്യത്ത് അങ്ങനെ ഒരു വിദ്യാർത്ഥി ബോധം ഏറ്റെടുക്കുന്ന ഏക വിദ്യാർത്ഥി സംഘടന SFI ആയിരിക്കുമെന്നതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നമ്മൾ മാത്രമാണ് പോരാട്ടത്തിലുള്ളത്. നീറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം ഈ നാടിനകത്തെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മാറ്റി. ആദിത്യ സ്വാഗതം പറഞ്ഞു. SFI ഏരിയ പ്രസിഡന്റ് അഭിനന്ദ്, ജില്ലാ കമ്മിറ്റി അംഗം ആശിഷ്, മേഘ്ന, ഏരിയ സെക്രട്ടറി ആകാശ്, ഋഷികേശ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ നിയോജക മണ്ഡലം ശില്പശാല 2026 ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. KSSPA ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് UK സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി K രാമകൃഷ്ണൻ, വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് K സരോജിനി ടീച്ചർ, ജില്ലാ സെക്രട്ടറി P സുഗദേവൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞിമൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒരു വർഷത്തോളമായി പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കണ്ടോത്തെ P യശോദയ്ക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. V കുഞ്ഞികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 21 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ മഴക്കാലത്ത് വീട് തകർന്നതോടെ ഒരു വർഷത്തോളമായി പ്ലാസ്റ്റിക് ഷെഡിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കണ്ടോത്തെ പുണ്ണാക്കൻ യശോദയ്ക്ക് പുതിയ വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നതിന് MLA V കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ലതാ നാരായണൻ ആശംസിച്ച ചടങ്ങിൽ VKP ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. V കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷെ അന്ന് പോയാൽ ഞങ്ങൾ എല്ലാവരും കൂടി അവരോട് സംസാരിച്ച് ഇവിടെ താമസിച്ചുകൊണ്ട് വീട് വഴി നടത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ മഴക്കാലം നിങ്ങളിവിടെ കഴിയുക എന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയുമാണ്. യോഗത്തിൽ 21 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. മുഖ്യ രക്ഷാധികാരിയായി V കുഞ്ഞികൃഷ്ണൻ MLAയും KT സഹദുള്ള, K ജയരാജ് എന്നിവർ രക്ഷാധികാരികളായും, VKP ഇസ്മായിൽ, VK ഷാഫി, ഹരീഷ് KT എന്നിവർ ചെയർമാനായും, ലതാ നാരായണൻ ജനറൽ കൺവീനറായും, ഷഫീഖ് മാങ്കടവ്, രഘു തായത്ത് വയൽ, ഹംസ കാട്ടൂർ എന്നിവർ കൺവീനർമാരായും ജനകീയ കമ്മിറ്റി രൂപീകരിച്ചതായി സംഘാടകർ അറിയിച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, KV ഭാസ്കരൻ, ഹരീഷ് KT, ലതാ നാരായണൻ, RSP നേതാവ് VP സുഭാഷ്, ഷാഫി, ഫൽഗുനൻ, രഘു തായത്തുവയൽ, ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക കാൽപന്ത് കളിയുടെ ആവേശം തീരുന്നില്ല. പയ്യന്നൂർ പരവന്തട്ടയിൽ അർജന്റീന പോർച്ചുഗൽ ആരാധകർ തമ്മിൽ ആവേശ പോരാട്ടം. തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കും താരങ്ങൾക്കുമായി വമ്പൻ ഫ്ലെക്സുകളും കട്ടൌട്ടുകളുമായി തെരുവ് കീഴടക്കുകയാണ് ഇരുവിഭാഗം ആരാധകരും. പോർച്ചുഗൽ ആരാധകർ തങ്ങളുടെ പ്രിയതാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ 30 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ടാണ് പരവന്തട്ടയിൽ ഉയർത്തിയത്. ഇതിന് മറുപടി എന്നോണം അർജന്റീന ഫാൻസ് സ്ഥാപിച്ചതാകട്ടെ 70 അടി നീളവും 8 അടി വീതിയുമുള്ള കൂറ്റൻ ബാനറാണ്. ലയണൽ മെസ്സിക്കും സംഘത്തിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാപിച്ച ഈ ബാനർ ഇപ്പോൾ നാട്ടിലെ പ്രധാന ആകർഷണമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മത്സരം മുറുകുന്നതോടെ പരവന്തട്ടയിലെ ഫുട്ബോൾ പൂരത്തിന് മാറ്റുകൂടുമെന്നുറപ്പാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയൊരുക്കിയ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ വിജയത്തിൽ തൃക്കരിപ്പൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചു. KSRTC ബസ്സുകളിലെ യാത്രക്കാർക്കും ജീവനക്കാർക്കും മധുരപലഹാരങ്ങളും വിതരണം നടത്തി. വനിതകൾക്കായി UDF സർക്കാർ അനുവദിച്ച പദ്ധതിക്ക് അഭിവാദ്യമർപ്പിച്ചാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ KSRTC ബസ്സിന് സ്വീകരണം നൽകിയത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിക്ക് പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് സുഹറ വെള്ളാപ്പ്, വൈസ് പ്രസിഡന്റുമാരായ MK സക്കീന, VP സുനീറ, സെക്രട്ടറി KN ഫാത്തിമ, ട്രഷറർ M ഷഹാർബൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ പുതിയ മെഡിക്കൽ സൂപ്രണ്ടായി ഡോക്ടർ KT മാധവനെ നിയമിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. പുതിയ സൂപ്രണ്ട് തിങ്കളാഴ്ച ചുമതലയേൽക്കും. നിലവിൽ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും എമർജൻസി വിഭാഗം മേധാവിയുമായി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഡോക്ടർ KT മാധവൻ. ജൂൺ 22 തിങ്കളാഴ്ച അദ്ദേഹം പുതിയ ചുമതലയേൽക്കും. കഴിഞ്ഞ 7 വർഷമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഡോക്ടർ K സുദീപ് ചുമതലയൊഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർ KT മാധവനെ പുതിയ സൂപ്രണ്ടായി നിയമിച്ചത്. തളിപ്പറമ്പ് മന്ന സ്വദേശിയായ ഡോക്ടർ KT മാധവൻ മികച്ച സംഘാടകൻ കൂടിയാണ്. തളിപ്പറമ്പ് IMA എക്സിക്യൂട്ടീവ് അംഗമായും IMA കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പിന്റെ മാസ്റ്റർ ട്രെയിനറായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് പരമാവധി മികച്ച സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭ്യമാക്കാൻ മുൻഗണന നൽകുമെന്നും ഡോക്ടർ KT മാധവൻ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ ഫാൻസ് ഷോ സംഘടിപ്പിച്ചു. ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് 2026ന്റെ ആവേശം കേരളമൊട്ടാകെ പടരുന്നതിനിടെ പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ സംഘടിപ്പിച്ച ഫാൻസ് ഷോ ഡൈ ലസാറോ ഫുട്ബോൾ ആരാധകരുടെ വലിയ പങ്കാളിത്തത്തോടെ ശ്രദ്ധേയമായി. ലോകകപ്പിന്റെ ആവേശം പ്രാദേശിക തലത്തിൽ ആരാധകരിലേക്ക് എത്തിച്ച ഈ പരിപാടി ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ രവിചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പാൾ നയന P, സ്റ്റാഫ് സെക്രട്ടറി അഞ്ജലി KV എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വിവിധ രാജ്യങ്ങളുടെ ദേശീയ ടീമുകളെ പ്രതിനിധീകരിക്കുന്ന ജേഴ്സികളും പതാകകളും പ്രദർശിപ്പിച്ചു. പരിപാടിയുടെ പ്രധാന ആകർഷണമായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. കൂടാതെ ഫുട്ബോൾ ക്വിസ്, മറ്റ് വിനോദ പരിപാടികളും അരങ്ങേറി. ഫുട്ബോൾ പ്രേമികളായ ലസാറോ അക്കാദമിയുടെ വിദ്യാർത്ഥികളും അധ്യാപകരും തങ്ങളുടെ ഇഷ്ട ടീമുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആവേശം പ്രകടിപ്പിച്ചു. ഫാൻസ് ഷോയ്ക്ക് അധ്യാപകരായ അജയ്, ശിവകുമാർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായി സമിതി കാങ്കോൽ യൂണിറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പ്രാന്തം ചാലിൽ നിന്നും ആരംഭിച്ച റാലി ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാങ്കോൽ യൂണിറ്റ് സമ്മേളനത്തിന്റെ മുന്നോടിയായി വിളംബര ബൈക്ക് റാലി നടത്തി. പ്രാന്തൻചാലിൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പാപ്പാരട്ട വഴി കാങ്കോൾ ടൗണിൽ എത്തിച്ചേർന്ന റാലിക്ക് ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി PV കരുണാകരൻ, യൂണിറ്റ് സെക്രട്ടറി KV രതീഷ്, നിത്യാനന്ദ കമ്മത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പരിസര ശുചീകരണത്തിന് ഊന്നൽ നൽകി ചെണ്ടുമല്ലി കൃഷിയുമായി മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം. നടിയിൽ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിജയൻ നിർവഹിച്ചു. പരിസരം ശുചീകരിക്കുകയും അതുവഴി ആ ഭാഗം ചെണ്ടുമല്ലി കൃഷി ചെയ്തും മാതൃകയാവുകയാണ് കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രം. ഓണത്തിന് സ്വന്തം ചെണ്ടുമല്ലി എന്ന ലക്ഷ്യത്തോടെ മാതൃകൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം പരിസരം ശുചീകരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. ശുചീകരണത്തിനും തണ്ടുതിരിക്കലിനും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണമുണ്ട്. നടിയിൽ പ്രവർത്തനോദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിജയൻ നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിജ്നപ്രിയ CP ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ EV മഹേഷ്, JHI ജയപ്രകാശ് KT, മനോഹര ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ വർഷവും കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. ഡെങ്കിപ്പനി പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ വീട്ടുപരിസരം ശുചീകരിക്കുന്നതിനോടൊപ്പം ഓണത്തിന് വിളവെടുപ്പിനാവശ്യമായ ചെടികളും പച്ചക്കറികളും നട്ടുകൊണ്ടുള്ള ശ്രമവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഉദ്ഘാടന ഭാഷണത്തിൽ T വിജയൻ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
വ്യാപാരി വ്യവസായി സമിതി പിലാത്തറ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KM അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി പിലാത്തറ വെസ്റ്റ് യൂണിറ്റ് സമ്മേളനം പിലാത്തറ വ്യാപാരി മന്ദിരത്തിൽ വെച്ച് നടന്നു. വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KM അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മളാണ് ഈ രംഗത്ത് ഇന്ത്യയിലെ സമ്പാദ്യത്തിൽ മുതൽ കൂട്ടായി പ്രവർത്തിക്കുന്ന സംഘടന. ആ ഒരു സംഘടന എന്ന് പറയുമ്പോൾ സമൂഹം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് ഗവൺമെന്റുകളുടെ താല്പര്യം ചെറുകിട വ്യാപാര മേഖല ഇവിടെ നിന്നും ഇല്ലാതാക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലാണ് 90 മുതലുള്ള ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാരുകൾ നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യമില്ല. VP സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാപാരികൾ പിലാത്തറ ടൗണിൽ പ്രകടനം നടത്തി. വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ മക്കൾക്ക് SSLC +2 ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകി. വ്യാപാരി വ്യവസായി സമിതി മെമ്പർ ബാലകൃഷ്ണന്റെ കുടുംബത്തിന് വ്യാപാരി മിത്ര ആനുകൂല്യം ചടങ്ങിൽ വെച്ച് സമിതി സംസ്ഥാന കമ്മിറ്റി മെമ്പർ K പങ്കജവല്ലി കുടുംബത്തിന് നൽകി. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും പിലാത്തറ മാതമംഗലം റോഡിലെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുക, ദേശീയപാത വികസനം പോരായ്മകൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രസിഡന്റായി EV ഗണേശൻ, വൈസ് പ്രസിഡന്റായി പവിത്രൻ K, S മുഹമ്മദ് അലി എന്നിവരെയും സെക്രട്ടറിയായി VP സഞ്ജീവ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി AV മാധവൻ, PP ശകുന്തള, ട്രഷററായി VU അമീർ അലി എന്നിവരെയും തിരഞ്ഞെടുത്തു. MK തമ്പാൻ, TC വിൽസൺ, KC രഘുനാഥ്, ഷാജി മാസ്കോ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാങ്കോൽ യൂണിറ്റ് സമ്മേളനം കാങ്കോലിൽ നടന്നു. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ ടൗണിൽ ശുചീകരണ തൊഴിലാളികളെ അടിയന്തരമായി നിയമിക്കണമെന്ന് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാങ്കോൽ യൂണിറ്റ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പക്ഷെ ഇന്നത്തെ പത്രം എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു എന്നുള്ള വളരെ പ്രതീക്ഷാനിർഭരവും സന്തോഷപരവുമായ ആ വാർത്ത ഏത് ലോകത്തുള്ള മനുഷ്യരാശിയും സ്വീകാര്യതയോടുകൂടി ഏറ്റുവാങ്ങുന്ന ഒരു ദിവസമാണ്. യൂണിറ്റ് പ്രസിഡന്റ് KV മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ വ്യാപാരികളെ ആദരിക്കുകയും ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി വ്യാപാരി മിത്ര ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുകയും ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം T ബാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PV കരുണാകരൻ, C ഹേമരാജ്, CK ബാലകൃഷ്ണൻ, അശോകൻ ചിലങ്ക, KV രതീഷ്, G നിത്യാനന്ദ കമ്പത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്കൂൾ കായിക രംഗത്തെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ ടീമുകളിലും അതിൻ്റെ മത്സരങ്ങളിലുമൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് സെൻട്രൽ UP സ്കൂളിൻ്റെ കുഞ്ഞിമംഗലം സെൻട്രൽ UP സ്കൂളിൻ്റെ പേര് നമുക്ക് എല്ലാ തലത്തിലും എത്തിക്കാൻ കഴിയും. നമുക്കറിയാം, ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകകപ്പ്. എന്തിൻ്റെ? ഫുട്ബോളിൻ്റെ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം. എല്ലാവരും ഓരോരുത്തരെയും ആരാധകരായിരിക്കും അല്ലേ? വിദ്യാർത്ഥികൾക്ക് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ കായിക ഇനങ്ങളുടെ പരിശീലനമാണ് ഈ ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. കൊക്കോ പരിശീലകരായ KV കമലാക്ഷൻ മാസ്റ്റർ, KP ഹരീഷ് എന്നിവർ കുട്ടികൾക്ക് കൊക്കോ പരിശീലനം നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ MV വിനോദ് മാസ്റ്റർ, കായിക പരിശീലകനായ സുനിൽകുമാർ M, SMC ചെയർമാൻ M സത്യൻ, വികസന സമിതി ചെയർമാൻ PV പ്രകാശൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംഗീതാസ്വാദകരുടെ കൂട്ടായ്മയായ നരിക്കോട് മ്യൂസിക് ലവേഴ്സ് സംഗീതിക ഗാനസദസ്സിലെ അംഗങ്ങൾ ഏഴിമല സ്നേഹക്കൂട് അഗതി മന്ദിരം സന്ദർശിച്ച് അന്തേവാസികൾക്കൊപ്പം ഹൃദ്യമായ നിമിഷങ്ങൾ പങ്കിട്ടു. പരിപാടി രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു.
രാമതലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഗീതിക പ്രസിഡന്റ് സുലേഖ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് രക്ഷാധികാരി KP രമേശൻ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ PV നാരായണൻ മാസ്റ്റർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അന്തേവാസികൾ സ്നേഹക്കൂടിൽ എത്തിപ്പെടാനുണ്ടായ സാഹചര്യവും സ്നേഹക്കൂടിലെ ജാക്സൺ ഏഴിമല വിശദീകരിച്ചു. സ്നേഹവും കരുതലും ഏറ്റവും ആവശ്യമായവർക്കൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ പകരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് സംഗീതിക ഗാനസദസ്സിലെ അംഗങ്ങളും അന്തേവാസികളും ചേർന്ന് നടത്തിയ ഗാനാലാപനവും പരിപാടിക്ക് കൂടുതൽ ഊർജം പകർന്നുകൊണ്ട് സ്നേഹക്കൂടിലെ അപ്പച്ചന്റെ നാടൻപാട്ടും ജാക്സൺ ഏഴിമലയുടെ കവിതാലാപനവും നടന്നു. സംഗീതവും സ്നേഹവും ഒരുമിച്ച ഈ സംഗമം പങ്കെടുത്തവരുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി മാറി. സംഗീത മാധുര്യത്തോടൊപ്പം സൗഹൃദ സംഭാഷണങ്ങളും അനുഭവങ്ങൾ പങ്കുവയ്ക്കലും പരിപാടിയെ കൂടുതൽ ഹൃദയസ്പർശിയാക്കി. സംഗീതത്തിലൂടെ സ്നേഹവും കരുതലും പങ്കുവച്ചുകൊണ്ട് നാടക സംവിധായകനും സംഗീതിക ഗാനസദസ്സ് മെമ്പറുമായ അനിൽ നരിക്കോട് നയിച്ച സമീരം സ്നേഹസംഗീത പരിപാടി അരങ്ങേറി. സംഗീതിക ഗാനസദസ്സ് സെക്രട്ടറി ജയപ്രകാശൻ K സ്നേഹസംഗമ പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതും അവരുടെ മനസ്സിന് ആശ്വാസവും സന്തോഷവും പകരുന്നതുമാണ് ഇത്തരം സന്ദർശനങ്ങളുടെ ലക്ഷ്യമെന്നും സാമൂഹിക പ്രതിബദ്ധതയും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും സംഗീതിക ഗാനസദസ്സ് ഭാരവാഹികൾ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.